യെസ്, ഓക്കെ, തുടങ്ങാം അല്ലേ? നമ്മൾ എന്താ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓഡിറ്റിംഗ് അല്ലേ പറഞ്ഞ? ഓഡിറ്റിംഗിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെന്താ കോസ്റ്റ് ഓഡിറ്റ് പറഞ്ഞു, ഇന്റേണൽ ഓഡിറ്റ് തുടങ്ങുമ്പോഴേക്കാണ് നമുക്ക് നിർത്തേണ്ടി വന്നത് അല്ലേ? ഓക്കെ, അപ്പം ഓഡിറ്റിംഗ് എന്താന്ന് ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ പറഞ്ഞത് വെച്ചിട്ട്. ഓഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. സ്വന്തം നമ്മളിപ്പം ഒരു ഓണർഷിപ്പും മാനേജ്മെന്റും ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കുക. ഒരു ഓണർ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് ഒരാൾ തുടങ്ങുകയാണെങ്കിൽ അവർ തന്നെയാണ് അവരുടെ ഓണറും അവർ തന്നെയാണ് അവരുടെ മാനേജ്മെന്റും ആവുന്ന കേസസിൽ എന്താണ് അവിടെ ഒരു ഓഡിറ്ററുടെ ആവശ്യം വരുന്നില്ല അല്ലേ? നോക്കൂ, നിങ്ങളൊരു ബിസിനസ് ചെയ്യാന്ന് വിചാരിക്കും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെയാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നതും നിങ്ങൾ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് നിങ്ങളാണ് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പറ്റിക്കപ്പെടുന്നില്ല അല്ലേ? നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത അതിൽ കാണിക്കും. പക്ഷെ എപ്പോഴാണ് ഓണർഷിപ്പും മാനേജ്മെന്റും ഡിഫറെന്റ് ആവുന്നത് അല്ലെ? കമ്പനിയുടെ കേസ് എക്സാമ്പിൾ, അവിടെ ഓണർഷിപ്പും അല്ലെങ്കിൽ ഓണേഴ്സ് ആരാണ്? കമ്പനിയുടെ ഓണേഴ്സ്? ഷെയർ ഹോൾഡേഴ്സ് അല്ലെ? ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സും മാനേജ്മെന്റ് അവരുടെ ഒരു എലക്റ്റഡ് കുറച്ച് പേഴ്സൺസ് നമ്മൾ എലക്ട് ചെയ്യും, അവരും ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇവിടെ രണ്ടും എന്താണ് ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പൊ മാനേജ്മെന്റ് പറയുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ആ ഓണേഴ്സിന് കറക്റ്റ് ആവണമെന്നില്ല. ബിക്കോസ് ഒരുപാട് മാൾ പ്രാക്ടീസസ് നടത്താം, മിസ്റ്റേക്ക് വരാം അല്ലെ? ചിലപ്പോൾ ഫ്രോഡ്, അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ വരുത്താം. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണ് ഒരു മാനേജ്മെന്റും ഓണർഷിപ്പും ഡിഫറെന്റ് ആവുന്നത് ആ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അവിടെയാണ് ഒരു ഓഡിറ്ററുടെ റോൾ അല്ലെങ്കിൽ ഒരു ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ പോവുക. ക്ലിയർ ആണോ? അതാണ് ഓഡിറ്റിംഗ് എന്നുള്ള ആ ഒരു ജസ്റ്റ് നമുക്ക് ഒരു മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ്. ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം, കാരണം ഇത് പറഞ്ഞതാണ് എങ്കിലും നിങ്ങൾ കറക്റ്റ് കേട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ബ്രേക്ക് വന്നതാണല്ലോ. സോ ഓഡിറ്റ് എന്നുള്ള ആ ഒരു ടേം ഡിറൈവ് ചെയ്തത് ഓഡിയർ എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഓഡിയർ എന്ന് മീൻസ് എന്താണ്? ടു ലിസൺ ദ എക്സ്പ്ലനേഷൻ അല്ലെ? ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ എന്ത് ചെയ്യും? ഒരു കമ്പനിയിൽ പോയിട്ട് മാനേജ്മെന്റ് പറയുന്ന ഇൻഫോർമേഷൻസ് എന്ത് കേൾക്കും അല്ലെ? എക്സ്പ്ലനേഷൻസ്, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങള് അവരെന്ത് ചെയ്യും? പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്ത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് കേൾക്കും. കേട്ടിട്ട് നമ്മുടേതായുള്ള ഒരു രീതിയിൽ, നമ്മുടെ ഒരു ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ സ്റ്റാൻഡേർഡ്സും അല്ലെങ്കിൽ പവേഴ്സും എലിജിബിലിറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവർ തരുന്ന എക്സ്പ്ലനേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? അവര് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഒരു ഓഡിറ്ററുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. ഓക്കെ, കേൾക്കാനില്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഇപ്പൊ ബ്രേക്ക് ഒന്നും വരുന്നില്ലല്ലോ? ഉണ്ടോ? പറയണേ, റെസ്പോണ്ട് ചെയ്യണം കേട്ടോ നിങ്ങള്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യണം. ബിക്കോസ് ഇതൊരു തിയറി പേപ്പർ ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ചു പോകണം. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് നോട്ട് നോക്കിയാൽ മതിയല്ലോ എക്സാം ടൈമിൽ. അപ്പൊ നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ചു പോകാൻ നോക്കാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പം അതാണ് ഓഡിറ്റിന്റെ ആ ഒരു ഓഡിയർ എന്നുള്ള ആ ഒരു വേർഡിന്റെ മീനിങ്. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഓഡിറ്റിംഗ് അല്ലെ? അക്കൗണ്ട്സിൽ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കുന്ന പോലെ നമുക്ക് ഓഡിറ്റിംഗിലും ഡെഫിനിഷൻ പഠിച്ചു വെക്കണ്ടേ? ബിക്കോസ് നമുക്ക് ഏറ്റവും വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് ഓഡിറ്റിംഗ്. സോ നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുന്ന പോലെ ഓഡിറ്റിംഗിലും ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഓഡിറ്റിംഗ് എന്താണ്? നമ്മൾ പറഞ്ഞു എക്സാമിനേഷൻ ആണെന്ന് അല്ലെ? ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഏതൊരു എൻറ്റിറ്റിയുടെയും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, എന്തൊക്കെയോ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സാമിൻ ചെയ്യും. അത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണോ, ലോസിൽ പോകുന്ന, അതൊന്നും കാര്യമില്ല. അവിടെ ഏതൊരു എൻറ്റിറ്റി നോക്കൂ. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനീസിനും കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ കമ്പനിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ബയാസ്ഡ് അല്ലാതെ കമ്പനിയെ ഫേവർ ചെയ്യാതെ എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സാമിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യും. അത് എന്ത് ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോമിൽ. അതാണ് സിമ്പിൾ ആയിട്ട് ഓഡിറ്റിംഗ്. അപ്പൊ ഇതാണ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി, whether profit oriented or not, irrespective of its size, legal form, when such an examination is conducted with a view to എന്താണ്? expressing an opinion thereon. Okay, ക്ലിയർ ആണോ? അപ്പൊ ഓഡിറ്റിംഗ് എന്താന്ന് മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ. പിന്നെ നമുക്ക് ഓഡിറ്റിംഗിൽ നോക്കൂ, ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്.
എന്തെങ്കിലും ഒരു വേർഡ് എന്നിട്ട് ഓഡിറ്റിംഗ് ഈസ് ആൻ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ സബ്സ്റ്റാൻഷിയേറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് പോയിന്റ്സ് ബേസിക് ആയിട്ട് നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെക്കാം. എന്നിട്ട് ഇപ്പം സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ് അതൊക്കെ അതിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു പോർഷൻസ്. അപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ്സ് എന്ത് ചെയ്യണം, ഓഡിറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞു വെക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇന്റലിജന്റ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആണ് അല്ലെ. അവിടെ ഫുൾ ആയിട്ട് വെരിഫൈ ചെയ്യുന്നില്ല. ഒരു ഓഡിറ്റർ ഒരു കമ്പനി പോയിട്ട് എന്താ ചെയ്യുന്നത്, ജസ്റ്റ് എക്സാമിൻ ചെയ്യുക ചെയ്യുന്നത് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് അവിടെ അവരുടെ ഫൈൻഡിങ്സ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുക ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോമിൽ. അതാണ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഡൺ ബൈ ആൻ ഇൻഡിപെൻഡന്റ് ക്വാളിഫൈഡ് പേഴ്സൺ. സാധാരണ ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് ആരാ ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ലേ. ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന ആരാ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലേ. ഓക്കെ, അദ്ദേഹം എന്താണ്, ഒരു ക്വാളിഫൈഡ് പേഴ്സൺ അല്ലേ. അതുപോലെ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്, ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ്. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നത് ആരായിരിക്കണം, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആയിരിക്കണം. അതാണ് സെക്കൻഡ് പോയിന്റിൽ. തേർഡ് വന്നിട്ട് പറയുന്നത്, ഒരു ഓഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും ജസ്റ്റ് നോക്കുക മാത്രമല്ല ചെയ്യേണ്ടുള്ളൂ. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് എന്ത് വേണം, ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസസ് വേണം അല്ലെ. അപ്പൊ ഓഡിറ്റിംഗിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വൗച്ചേഴ്സ് ഉണ്ടാവും. ഒരു കമ്പനിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ഇപ്പം ഒരു കമ്പനിയിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെതായ ഇൻവോയ്സ് ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ പ്രൂഫ്. അപ്പം ആ ഇൻവോയ്സ്, പർച്ചേസ് ചെയ്ത സാധനത്തിന്റെ ഇൻവോയ്സുകൾ അവിടെ ഉണ്ടോ, അതാണ് വൗച്ചേഴ്സ് നോക്കുക. അതിന്റെ ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇപ്പൊ ഒരു കമ്പനി രജിസ്ട്രേഷൻ ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഉണ്ടാവുക, അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക. അതാണ് തേർഡ് പോയിന്റ്. അപ്പോൾ ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്തൊക്കെയാണ്, വൗച്ചേഴ്സ്, ഡോക്യുമെന്റ്സ്, ഇൻഫർമേഷൻസ്. അത് മാത്രമല്ല മാനേജ്മെന്റ് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യണം, മാനേജ്മെന്റ് എക്സ്പ്ലനേഷൻസ് നൽകണം. അതാണ് അടുത്ത് പറയുന്നത്, എക്സ്പ്ലനേഷൻസ് റിസീവ്ഡ് ഫ്രം ദ ക്ലയൻസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഇറ്റ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദാറ്റ് ഒതന്റിസിറ്റി. എത്രത്തോളം ഒതന്റിക്കേറ്റഡ് ആണ് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. നമുക്കറിയാം, ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറെ ചിലപ്പോൾ മിസ്റ്റേക്ക് ഒക്കെ വരാം. പക്ഷെ അതിന് എത്രത്തോളം ഒതന്റിസിറ്റി ഉണ്ട് അല്ലെ. ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ഡോക്യുമെന്റ്സ് അല്ലെ. അപ്പം ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് എത്രത്തോളം ഇത് ഒതന്റിസിറ്റി ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതാണ് അടുത്ത ഓഡിറ്റർ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി. ഓക്കെ, അതാണ് അടുത്ത പോയിന്റില്. ഇതൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ഒരു ഓഡിറ്ററുടെ മെയിൻ ഫംഗ്ഷൻ എന്താ, ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്. ഇവർ തരുന്ന ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ, ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ അല്ലാതെ അതിന്റെ കാരണവും എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി. അപ്പൊ ബാലൻസ് ഷീറ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ എന്ന്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്താണ്, കറക്റ്റ് ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളാണോ നൽകുന്നത്, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഏകദേശം ഇതാണ് ഒരു ഔട്ട്ലൈൻ, ഒരു ഓഡിറ്റിംഗിന്റെ ഒരു ഔട്ട്ലൈൻ ഇതാണ്. അപ്പൊ ഏകദേശം ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് നമുക്ക് സ്കോപ്പ് അല്ലെങ്കിൽ മീനിങ്, ഫീച്ചേഴ്സ് എന്നുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയോ? സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? ബ്രേക്ക് ഒന്നും വരുന്നില്ലല്ലോ? ഓക്കെ, ഇപ്പം ഓഡിറ്റിംഗ് എന്താന്ന് പറഞ്ഞു, ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്, ഒരു ഓഡിറ്റർ അല്ലേ. അപ്പൊ ഓഡിറ്റർക്ക് എന്തുണ്ടായിരിക്കണം, ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡന്റ് ആയ ഒരു ക്വാളിഫിക്കേഷൻസ് വേണം. ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് മാത്രമേ ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു ഓഡിറ്റർ ശരിക്കും ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സെപ്പറേറ്റ് പാർട്ട് തന്നെ വരുന്നുണ്ട്. അതിൽ കറക്റ്റ് വൈഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്കിലും ഹു ഈസ് ആൻ ഓഡിറ്റർ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു 5-6 പോയിന്റ് നമുക്ക് പറയാൻ കിട്ടണം. അതാണിത്, ഹു ഈസ് ആൻ ഓഡിറ്റർ. ഓഡിറ്റർക്ക് എന്താണ്, ഒരു സൗണ്ട് നോളേജ് ഉണ്ടായിരിക്കണം. അക്കൗണ്ട്സിനെ കുറിച്ച് മാത്രമല്ല, ഒരു ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഫിനാൻസിനെ കുറിച്ച് മാത്രം നോളേജ് ഉണ്ടായി പോരാ, എക്കണോമിക്സിനെ കുറിച്ചും മാത്തമാറ്റിക്സ്. ബിക്കോസ് ഇതിന്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ എന്തിൽ വരുന്നുണ്ട്, ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് മാത്രം ചെക്ക് ചെയ്യലല്ല, അവിടെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ്, ഓഡിറ്റർക്ക് സൗണ്ട് നോളേജ് ഉണ്ടായിരിക്കണം. എന്തിനൊക്കെ കുറിച്ചിട്ട്, അക്കൗണ്ട്സിനെ കുറിച്ചും എക്കണോമിക്സിനെ കുറിച്ചും മാത്തമാറ്റിക്സും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ? പിന്നെ നമ്മൾ പറഞ്ഞു ഓഡിറ്റർ എന്തായിരിക്കണം, ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിരിക്കണം. അവർ ആ ഓഡിറ്റീവ് വർക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്, അതായത് ഒരു ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. ആ ഒരു വർക്കിനോട് എത്രത്തോളം എന്താണ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒബ്ജക്റ്റോട് കൂടിയിട്ടായിരിക്കണം ആര്, ഓഡിറ്റർ
അതിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. പിന്നെ ഒരു ഓഡിറ്റർ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു ഓഡിറ്റർ ഇപ്പം ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയിലാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എന്താണ്, കമ്പനീസ് ആക്ട് 2013 ആണ് ആപ്ലിക്കബിൾ അല്ലെ? കമ്പനിയിലാകുമ്പോൾ കമ്പനീസ് ആക്ട് ആയിരിക്കണം. ഇപ്പം ഒരു ഓഡിറ്റർ ബാങ്കിങ് സെക്ടറിലാണെന്ന് വിചാരിക്കുക. ബാങ്കിങ് സെക്ടർ ആണെങ്കിൽ അവിടെ എന്താണ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരിക്കും. അപ്പൊ ഓഡിറ്റർ ഏതൊരു എൻറ്റിറ്റിയിലേക്കാണോ എൻട്രി ചെയ്യുന്നത്, അവിടുത്തെ ലോ എന്താണ്, അവിടെയുള്ള ലോ എന്താണ്. കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ട്, ബാങ്കിങ് ആണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ കുറിച്ചിട്ട് നമുക്കൊരു ബേസിക് നോളേജ് ഉണ്ടായിരിക്കും. ആർക്ക്? ഒരു ഓഡിറ്റർക്ക്. അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യണേ, നിങ്ങൾ കൂടെ വരണം. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് വന്നിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിന് അവരുടേതായിട്ടുള്ള ഓരോ ഓർഗനൈസേഷൻസിന് അവരുടേതായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ? ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രോഫിറ്റ് ഓറിയന്റഡ്, നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ഓറിയന്റഡ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോതായ സ്ട്രക്ചർ ഉണ്ട്. അപ്പം ആ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഓർഗനൈസേഷന്റെ ചിലപ്പോൾ രീതികൾ വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഇപ്പം ചിലർക്ക് ഷിഫ്റ്റ് അങ്ങനത്തെ ഒക്കെ വർക്ക് ഉണ്ടാവും. അപ്പം ഏത് രീതിയിലുള്ള ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിനെ കുറിച്ചിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ആ കമ്പനി ആണെങ്കിൽ കമ്പനി, ഇപ്പൊ ഒരു ഫേം ആണെങ്കിൽ ഒരു ഫേമിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളേജ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അതാണ് നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ സാധാരണ ഒരു ടെക്നിക്കൽ നോളേജ് ഉണ്ടായിരിക്കണം. നോക്കൂ, നമ്മളിപ്പോ ഒരു CMA ആണെങ്കിൽ നമുക്ക് ഫിനാൻസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏരിയ, മെയിൻ ആയിട്ട് നമ്മുടെ കോസ്റ്റിംഗ് അല്ലേ, നമ്മുടെ ഏരിയയെ കുറിച്ചിട്ട് ഒരു ടെക്നിക്കൽ നോളേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു ഓഡിറ്റർക്കും. ഒരു കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന ആൾക്ക് എന്താണ്, ആ കോസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയെ കുറിച്ചിട്ട് എന്തുണ്ടായിരിക്കണം, ടെക്നിക്കൽ നോളേജ് ഉണ്ടായിരിക്കണം. ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഫിനാൻസ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലേ, അപ്പം അതിനെ കുറിച്ചിട്ട് കൂടുതലും അക്കൗണ്ട്സിനെ കുറിച്ചിട്ടും ഒരു ടെക്നിക്കൽ നോളേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ടെക്നിക്കൽ നോളേജിൽ പറയുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് പറയുന്നത് ഹോണസ്റ്റ് ആയിരിക്കണം. നോർമലി എന്താണോ കണ്ട് അത് കറക്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യുക, 100% ഹോണസ്റ്റ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഹോണസ്റ്റ് ആയിരിക്കണം ആ ഒരു ഓഡിറ്റർ. നമുക്ക് ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ലെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല എന്ന് നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, റീസണബിൾ ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ ആ ഒരു ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബേസിക് റീസണബിൾ സ്കില്ലും നല്ല കെയർ ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റിപ്പോർട്ടിൽ എത്തിച്ചേരണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പം ഇതാണ് ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ പ്രോസസ് ചെയ്യേണ്ട ചില സ്കിൽസ്. കുറച്ച് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഒരു ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ്സ്? മെയിൻ ആയിട്ട് ഇവിടെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്നും പിന്നെ പ്രൈമറി ഒബ്ജക്റ്റീവ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ തന്നെയാണ്. പക്ഷെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീസണബിൾ അഷുറൻസ് കൊടുക്കണം. ഒരു ഓഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് അഷുറൻസ്, ഏതൊരു ഓർഗനൈസേഷനും ഒരു കംപ്ലീറ്റ് അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു ഓഡിറ്റർക്ക് അവരുടേതായിട്ടുള്ള ഒരു പവർ ഉണ്ട്, അതിനപ്പുറത്തേക്ക് അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണോ തരുന്ന ഇൻഫർമേഷൻസ് അതിനെന്ത് ചെയ്യുക, ഒരു ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. അതിപ്പോ ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിൽ നിന്ന് അത് മാറിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഒപ്പീനിയൻ മാത്രമാണ്, ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. അതാണ് ഒരു റീസണബിൾ അഷുറൻസ് കൊടുക്കുക. അതായത് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം മിസ്റ്റേക്കിൽ നിന്ന് ഫ്രീ ആണ് എന്നുള്ള ഒരു അഷുറൻസ് റീസണബിൾ ആയിട്ട് കൊടുക്കുക. അതാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്, ഒരു ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, പിന്നെ മെയിൻ പേർപ്പസ് എല്ലാം കണ്ടുപിടിച്ചു. ഓഡിറ്റർ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എക്സാമിൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? റിപ്പോർട്ടിലൂടെയാണ്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്തിലൂടെ? റിപ്പോർട്ടിലൂടെ. അതാണ് രണ്ട് ഒബ്ജക്റ്റീവായിട്ട്, ഓവറോൾ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് റീസണബിൾ ആഷുറൻസും, രണ്ടാമത്തെ കാര്യം റിപ്പോർട്ട് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്.
ഓക്കെ, ക്ലിയർ ക്ലിയർ അല്ലേ? ഇനി ഓഡിറ്റ് നടത്തുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്നും സെക്കൻഡറി ഒബ്ജക്റ്റീവ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏതൊരു ഓഡിറ്റ് നടത്തുന്നതിന്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്താണ്? ഇത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്നുണ്ടോ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്നില്ല. ഓക്കെ, ആ ഒരു എന്താണ് ഫൈൻഡിങ്സിൽ എത്താൻ നമുക്ക് പറ്റണം. അതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. ക്ലിയർ? സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്താ? ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ശരിക്കും നമ്മള് ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഓഡിറ്റിംഗിന്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഞാൻ കേട്ടിട്ടുള്ള ഒരു കേസാണ് എല്ലാവരും ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്ന് പറയും. ഒരിക്കലും അല്ല. കാരണം ഇത് ഒരു പാർട്ട് മാത്രമാണ്. ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഒരിക്കലും അവിടുത്തെ എറേഴ്സോ ഫ്രോഡ്സോ കണ്ടുപിടിക്കാനല്ല. അതിനൊക്കെ വേറെ ഒരുപാട് വ്യക്തികളുണ്ട്, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട് അല്ലെ. ഒരിക്കലും എറേഴ്സും ഫ്രോഡ്സും കണ്ടുപിടിക്കുന്നത് ഒരു ഓഡിറ്ററുടെ പ്രൈം ഡ്യൂട്ടി അല്ല. ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും എറേഴ്സോ ഫ്രോഡ്സോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും? ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യും. അത്രയേ ഉള്ളൂ. അതാണ് ഒരു ഓഡിറ്ററുടെ. അതുകൊണ്ടാണ് എന്താണ് സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആയിട്ട് മാറിയത്. പക്ഷെ ഇതും ഇമ്പോർട്ടന്റ് ആണ്. കാരണം എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്തായാലും നടന്നുകൊണ്ടിരിക്കുമല്ലോ എല്ലാ ഓർഗനൈസേഷൻസിലും. 100% പെർഫെക്റ്റ് എവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആണ് എന്ത് സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ട്രൂ ആൻഡ് ഫെയർ വ്യൂ. സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്താണ്? ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. അപ്പം ഇത്രയാണ് ഒരു ഓഡിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. അപ്പോ നമുക്ക് ഓഡിറ്റിങ്ങിന്റെ പോർഷൻ നിർത്തി നമുക്ക് കോസ്റ്റ് ഓഡിറ്റിക്ക് പോയാലോ? നോക്കാം. കോസ്റ്റ് ഓഡിറ്റ് CMAക്കാരെ സംബന്ധിച്ച് എന്താണ്? നമുക്ക് വളരെ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ വളരെ കമ്പനീസ് കുറവാണ്. കോസ്റ്റ് ഓഡിറ്റ് കിട്ടാൻ വളരെ ക്ഷാമാണ്. അപ്പൊ നമ്മൾ നോർത്തിലൊക്കെ പോകേണ്ടി വരും കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് മാത്രമേ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറയുന്നത് കമ്പനീസ് ആക്ട് സെക്ഷൻ 148 പറയുന്നത് കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ കോസ്റ്റ് ഓഡിറ്റ് സാധാരണ നമ്മൾ ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഓഡിറ്റ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഏതൊരു കമ്പനീസിനും ഇയർ എൻഡിൽ നടത്തുന്ന ഒരു ഓഡിറ്റ് അല്ലെ, അതാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ കോസ്റ്റ് ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഓഡിറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എക്സാമിൻ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഡിറ്റിൽ എന്താ ചെയ്യുന്നത്? കോസ്റ്റ് റെക്കോർഡ്സും കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. നിങ്ങൾക്ക് കോസ്റ്റിംഗ് ക്ലാസ് കഴിഞ്ഞോ? അതിൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എലമെന്റ്സ് ഒക്കെ എന്തൊക്കെയാ? കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സിന്റെ എലമെന്റ്സ് ഏതൊക്കെയാ വരുന്നത്? കോസ്റ്റില് നമുക്ക് ഏതൊക്കെ കൺസിഡർ ചെയ്യാം? ഓർമ്മ ഉണ്ടോ? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്, അതൊക്കെയാണ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് അല്ലെ. അപ്പം ഈ മെറ്റീരിയലും ലേബർ അല്ലെങ്കിൽ എക്സ്പെൻസുകളൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയാണ് കോസ്റ്റ് ഓഡിറ്റിൽ ചെയ്യുന്നത്. ഇതും എന്താണ് മിസ്റ്റേക്കിൽ നിന്നും എറേഴ്സിൽ നിന്നും ഫ്രീ ആണോ? അതാണ് കോസ്റ്റ് ഓഡിറ്റിൽ മെയിൻ ആയിട്ടും നോക്കുന്നത്. ഓക്കെ, അപ്പൊ കോസ്റ്റ് ഓഡിറ്റ് ഈസ് ആൻ ഓഡിറ്റ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് കോസ്റ്റ് റെക്കോർഡ്സ് എന്ത് ചെയ്യുക? ഓഡിറ്റ് ചെയ്യുക. ഇതാണ് കോസ്റ്റ് ഓഡിറ്റിൽ പറയുന്നത്. സാധാരണ ഒരു കമ്പനിയിൽ ഇപ്പൊ ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക, അതിന് പുറമെ നടത്തുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഡിറ്റ്. ഫിനാൻഷ്യൽ ഓഡിറ്റും കോസ്റ്റ് ഓഡിറ്റും ഒക്കെ എന്ത് ചെയ്യും? ഒരു കമ്പനിയിൽ തന്നെ നമുക്ക് നടത്താം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതിന് ആപ്ലിക്കബിലിറ്റി ഒക്കെ ഉണ്ട്. എന്ന കമ്പനീസിന് മാത്രമേ കോസ്റ്റ് ഓഡിറ്റ് നടത്താൻ പറ്റുള്ളൂ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് ചെയ്യും? ആ കമ്പനിയിൽ കോസ്റ്റ് ഓഡിറ്റ് നടത്തും. പിന്നെ പറഞ്ഞു ഇത് ആരാ നടത്തുന്നത്? കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്ന ആരാണ്? ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ് കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത്. സാധാരണ കോസ്റ്റ് ഓഡിറ്റേഴ്സിന് അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, ബോർഡ് മീറ്റിംഗിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കോസ്റ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പോർഷനിൽ കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ള ഈ ഒരു പാർട്ടിൽ വന്നിട്ട് മെയിൻ ആയിട്ടും കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആപ്ലിക്കബിലിറ്റി, ഈ കോസ്റ്റ് ഓഡിറ്റ് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അവരുടെ അപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ചിട്ട്, എങ്ങനെയാണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ കോസ്റ്റ് ഓഡിറ്റിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് റൂൾ 3 പറയുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ? ഇല്ല, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആണ് റൂൾ 3 പറയുന്നത്.
നോക്കൂ, നമ്മള് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു കമ്പനിയിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ? അപ്പം കോസ്റ്റ് റെക്കോർഡ്സ് എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമല്ല. ചില സ്പെസിഫൈഡ് നമ്മൾ പറയുന്ന ക്ലാസസ് ഓഫ് കമ്പനീസ് പറയുന്നുണ്ട്, എന്താണ്, കുറച്ച് ആളുകൾക്ക് മാത്രമേ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുള്ളൂ. അത് എന്തിലാ പറയുന്നത്? റൂൾ 3 പറയുന്നത് അല്ലെ? റൂൾ 3 അതിനെ നമുക്ക് റെഗുലേറ്റർ സെക്ടേഴ്സ് എന്നും നോൺ റെഗുലേറ്റർ സെക്ടേഴ്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ വന്നിട്ട് റെഗുലേറ്റർ സെക്ടർ ആയിക്കോട്ടെ നോൺ റെഗുലേറ്റർ സെക്ടേഴ്സ് ആയിക്കോട്ടെ, അവിടെ എന്തായിരിക്കണം? അതൊരു ഡൊമസ്റ്റിക് കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി ആവാം. അവരെന്തായിരിക്കണം? പ്രൊഡക്ഷൻ ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസിൽ എൻഗേജ് ചെയ്യുന്നവരായിരിക്കണം. അതായത് ഒരു മാനുഫാക്ചറിങ് ആയിരിക്കണം എന്ന്. അങ്ങനെയുള്ള ഏത് റെഗുലേറ്റർ സെക്ടർ, എന്താ റെഗുലേറ്റർ സെക്ടേഴ്സ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. റെഗുലേറ്ററി സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 6 സെക്ടേഴ്സ് വരുന്നുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ പെട്രോളിയം സെക്ടേഴ്സ്, അങ്ങനത്തെ കുറച്ച് ഒരു 6 എണ്ണം വരുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അധികം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നോൺ റെഗുലേറ്ററി സെക്ടേഴ്സിൽ ഒരു 33 സെക്ടേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അത് അത്ര കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ, ഇത് രണ്ടിലും ആപ്ലിക്കബിൾ ആണ് എന്ത്? റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷെ എന്താണ്, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് റെഗുലേറ്റർ ആയിക്കോട്ടെ നോൺ റെഗുലേറ്റഡ് ആയിക്കോട്ടെ, എന്താണ്, അവരുടെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ ടേൺ ഓവർ എടുക്കുകയാണ്. ടോട്ടൽ ടേൺ ഓവർ, ഇപ്പൊ ഗൂഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ സർവീസസും ആവാം. ഇത് രണ്ടും എടുക്കുന്ന സമയത്ത് എന്താണ്, 35 കോടി 35 crore ഓർ അതിന് മുകളിലാണ് എങ്കിൽ അത്തരമുള്ള കമ്പനീസ് എന്താണ്, റെഗുലേറ്റർ ആയാലും അല്ലെങ്കിലും എന്ത് ചെയ്യണം? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ത് പ്രകാരം? റൂൾ 3 പ്രകാരം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ എടുക്കുന്ന സമയത്ത്, പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ എടുക്കുന്ന സമയത്ത് 35 കോടിയോ അതിലധികമോ ഉള്ള കമ്പനീസ് എന്ത് ചെയ്യണം? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഈ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണ്? ഇതിന്റെ ഫോംസുകളെ കുറിച്ച് പറയുന്നത് കോസ്റ്റ് ഓഡിറ്റില് 4 ഫോംസുകളെ കുറിച്ച് പറയുന്നുണ്ട്. CRA. അപ്പം അത് നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 1 വേർഡ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് CRA 1 ഓക്കെ, CRA 1 കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത കമ്പനീസ്. ക്ലിയർ ആണോ? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇനി പറയണോ? ഓക്കെ, ഇനി എന്താ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിലിറ്റി? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ അവിടെ അവസാനിക്കുന്നില്ല അല്ലെ? എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഡിറ്റ് നടത്തണ്ടേ? ഓക്കെ, അത് റൂൾ 4 പറയുന്നത് കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്ന കേസ്. അതിൽ നമുക്ക് റെഗുലേറ്റർ സെക്ടേഴ്സ് എന്നും നോൺ റെഗുലേറ്റർ സെക്ടേഴ്സ് എന്നും പറയുന്നുണ്ട്. ഇതിന് രണ്ടും സെപ്പറേറ്റ് പ്രൊവിഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ രണ്ടിനും ആപ്ലിക്കബിൾ അല്ല, ബിക്കോസ് സെപ്പറേറ്റ് പ്രൊവിഷൻ പറയുന്നുണ്ട്. റെഗുലേറ്റർ സെക്ടർ ടേബിൾ എയിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ റെഗുലേറ്റർ സെക്ടർ ടേബിൾ ബിയിലാണ്. നമുക്ക് നോക്കാം റെഗുലേറ്റർ സെക്ടറിൽ എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ നോക്കാം. നോക്കൂ, കഴിഞ്ഞ വർഷത്തെ നമ്മൾ ടേൺ ഓവർ എടുക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ CRA എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസ് റിസീപ്റ്റ് ഓഡിറ്റോ അങ്ങനെ എന്തോ ആണ്. അതെ, ഐ എം നോട്ട് ക്ലിയർ. കസ്റ്റംസ് റിസീപ്റ്റ് ഓഡിറ്റ് അങ്ങനെ എന്തോ ആണ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗവൺമെന്റിന് നമ്മൾ ഈ കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് CRA. ഓക്കെ, ടേൺ ഓവർ ഫ്രം ഓക്കെ, റെഗുലേറ്റർ സെക്ടർ എടുക്കുകയാണ്. റെഗുലേറ്റർ സെക്ടർ എടുക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ എടുക്കുന്ന സമയത്ത് എന്താണ് ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് എന്താ? ഗൂഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർവീസസ് ആയിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 50 കോടിയോ അതിലധികമോ ആയിരിക്കണം. അത് മാത്രം പോരാ, ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഓഫ് ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്, അതായത് 25 കോടിയോ അതിലധികമോ ആയിരിക്കണം. ഇൻഡിവിജ്വൽ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു റെഗുലേറ്റർ സെക്ടറിൽ എന്താണ് ഒരു കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കമ്പനിയിൽ എന്താണ് ഒരു 3 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞ തന്നെയാണ്, ABC എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 3 പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിന് എത്രയാണ്? 23 crore ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റിന് വന്നിട്ട് ടേൺ ഓവർ B എന്ന് പറയുന്നതിന് 24 ആണ്. അതുപോലെ തേർഡ് C എന്ന് പറയുന്ന പ്രോഡക്റ്റിന് 25 crore ആണെന്ന് വിചാരിക്കും. ഈ 3 എടുക്കുന്ന സമയത്ത് എന്താണ് 50 കോടിയൊക്കെയും കൂടുന്നുണ്ട്. അപ്പൊ എന്താ ഫസ്റ്റ് കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, പോരാ. എന്താണ് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ഓരോ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ 25 കോടി മുകളിൽ കൂടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ 25 കോടി ഉള്ളതുണ്ടോ? ഇല്ലല്ലോ.
അതിലൊരു സി എന്ന് പറയുന്ന പ്രോഡക്റ്റ് മാത്രമേ 25 കോടി എത്തിയിട്ടുള്ളൂ. അപ്പൊ എന്താണ്, ഇത്തരം കമ്പനീസിന് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പൊ എന്താണ്, ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുന്ന സമയത്ത് 25 കോടിയോ അതിലധികമോ, ടോട്ടൽ ആവുന്ന സമയത്ത് 50 crore. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത റെഗുലേറ്റഡ് സെക്ടേഴ്സിന് എന്താണ്, കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നോൺ റെഗുലേറ്റഡ് സെക്ടേഴ്സ് നോക്കാം. നോൺ റെഗുലേറ്റഡ് സെക്ടേഴ്സ് എടുക്കുന്ന സമയത്ത് എന്താണ്, അവിടെ 15-25 അങ്ങനെ ഓർത്ത് വെക്കിട്ടോ. 50 അതിന്റെ പകുതി 25 അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഇനി നോൺ റെഗുലേറ്റഡ് സെക്ടേഴ്സിലാവുന്ന സമയത്ത് 100 ആണ്. ഓക്കെ, ആ സെയിം സിറ്റുവേഷൻ തന്നെ. അഗ്രിഗേറ്റ് ടേൺ ഓവർ, കഴിഞ്ഞ വർഷത്തെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കുന്ന സമയത്ത് എല്ലാ ഗുഡ്സിന്റെ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ സർവീസസിന്റെയും ടേൺ ഓവർ എടുക്കുന്ന സമയത്ത് 100 കോടിക്ക് മുകളിലായിരിക്കണം, 100 കോടിയോ അതിലധികമോ. ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം, 35 കോടിയോ അതിലധികം ഉണ്ടായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസും എപ്പോഴാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഇത് അപ്ലിക്കബിൾ ആവുന്ന എന്താണ്, നോൺ റെഗുലേറ്റഡ് സെക്ടേഴ്സ്, അവർക്ക് എന്താണ്, കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ ഓക്കെ. കോസ്റ്റ് ഈ PDF പഠിച്ചാൽ മതി. അതെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ നോക്കാന്ന് മാത്രം. ഇത് പഠിച്ചാൽ നമുക്ക് ഏകദേശം നമുക്ക് ഓവറോൾ എഴുതാൻ പറ്റും. നമുക്ക് നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും, ബിക്കോസ് ഇതൊരു തിയറി പേപ്പർ ആണ്, പഠിക്കുമ്പോഴും ഇപ്പം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 പോയിന്റ്സ് എഴുതാൻ കിട്ടണം. ആ രീതിയിൽ പഠിച്ചു വെക്കാം. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ തന്നെ ഒരുമിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ആ സമയത്ത് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും നമ്മുടെ മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ നോക്കി പഠിക്കുക എളുപ്പമല്ല, വളരെ ലെങ്തി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കി നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുന്നതിന് നല്ലത് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്സ് പഠിക്കുക, കൂടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. എന്തെങ്കിലും ഇപ്പം അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മാത്രം നോക്കിയിട്ട്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ കോസ്റ്റ് ഓഡിറ്റിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഈ ഒരു കോസ്റ്റ് ഓഡിറ്റ് റൂൾ ഫോർ ആപ്ലിക്കബിൾ അല്ലാത്ത ഒരു 2 കേസസ് വരുന്നുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ്, CRA. ഓക്കെ, ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, CRAയുടെ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ്. ദിസ് ഈസ് ദ ഫുൾ ഫോം, CRA. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, ബാങ്കിങ് ആണെങ്കിൽ CRA എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ഓക്കെ ഇല്ലേ? കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ്. യെസ്. ഓക്കെ, അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം റൂൾ ഫോർ ആപ്ലിക്കബിൾ അല്ലാത്ത 2 കേസസ് ആണ്. റവന്യൂ ഫ്രം എക്സ്പോർട്ട്. ഒരു കമ്പനി അല്ലെങ്കിൽ ഏതൊരു എൻറ്റിറ്റി എടുക്കുന്ന സമയത്ത് എന്താണ്, അവരുടെ ടോട്ടൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, 75%. ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് എത്രയാണ്, അവർക്ക് ഇപ്പോൾ ഒരു എക്സ്പോർട്ട് ഉള്ള കമ്പനി അല്ലെങ്കിൽ എക്സ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ വേറെ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് സെയിലൊക്കെ നടത്തുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ ടോട്ടൽ ടേൺ ഓവർ എടുക്കുന്ന സമയത്ത് അവരുടെ എക്സ്പോർട്ടിലെ 75, അവരുടെ റവന്യൂവിലെ 75% എന്താണ്, എക്സ്പോർട്ട് വരിക എന്ന് വിചാരിക്കും. ഒരു കമ്പനി എടുക്കുമ്പോൾ അവരുടെ ടോട്ടൽ റവന്യൂവില് എക്സ്പോർട്ട് ഉള്ള ഒരു കമ്പനിയാണ് വിചാരിക്കുക. അപ്പം അങ്ങനെ എക്സ്പോർട്ട് റവന്യൂവിന്റെ 75%ഉം എക്സ്പോർട്ട് ആണ് വരുന്നതെങ്കിൽ എന്താണ്, അവിടെ ഇത്തരത്തിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ എൻറ്റിറ്റീസിന് എന്താ ആവശ്യമില്ല, ഈ റൂൾ 4 ആപ്ലിക്കബിൾ അല്ല, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ല. പക്ഷെ റൂൾ 3 ആപ്ലിക്കബിൾ ആണ്, മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആപ്ലിക്കബിൾ ആണ്. ഇനി ചില കമ്പനീസ് സെസ് യൂണിറ്റ്, സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, അതായത് നമ്മുടെ ഇന്ത്യൻ ബൗണ്ടറീസിലൊക്കെ ചെയ്യുന്നതാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, കേട്ടിട്ടില്ലേ? അപ്പം അവർക്ക് സ്പെഷ്യൽ ലോ ആയിരിക്കും. അപ്പൊ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസിന് എന്താണ്, ഈ റൂൾ 4 ആപ്ലിക്കബിൾ അല്ല. ഈ രണ്ട് കേസസിനാണ് റൂൾ 4 ആപ്ലിക്കബിൾ അല്ലാത്തത്, അതായത് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത. ഒന്ന്, ടോട്ടൽ റവന്യൂവിന് 75% എക്സ്പോർട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്താണ്, കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ല. പക്ഷെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, റൂൾ 3 ആപ്ലിക്കബിൾ ആണ്. പിന്നെ സെസ് യൂണിറ്റിൽ നിന്ന്, സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്താണ്, അവർക്ക് എന്താണ്, ഈ ഒരു റൂള് ആപ്ലിക്കബിൾ അല്ല, കോസ്റ്റ് ഓഡിറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതാണ് ഇതാണ് ആപ്ലിക്കബിലിറ്റിയുടെ കേസ്. ഇനി അപ്പോയിന്റ്മെന്റ് വരുന്നുണ്ട്.
അപ്പോയിന്റ്മെന്റ് നമുക്ക് നോക്കാം. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. യെസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗിൽ അപ്പോയിന്റ് ചെയ്യും കോസ്റ്റ് ഓഡിറ്റേഴ്സിനെ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു കോസ്റ്റ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. അപ്പൊ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് അവരുടെ കൺസെന്റ് മേടിക്കണം. ആരാണ് അപ്പോയിന്റ് ചെയ്ത് അവരുടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു കൺസെന്റ് മേടിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്ത ഫസ്റ്റ് നമ്മൾ അത് ഒരു കൺസേൺഡ് ഓഡിറ്റർക്ക് അല്ലെങ്കിൽ കൺസേൺഡ് പേഴ്സൺ ആ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് നമ്മൾ ഇന്റിമേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക. ഓക്കെ, ഏതൊരു കമ്പനിയിലും ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് വിചാരിക്കും. അതായത് ഈ റെഗുലേറ്റഡ് സെക്ടേഴ്സിന് 50 crore കേസ് പറഞ്ഞത്, അതുപോലെ ആപ്ലിക്കബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനും ഒരു കമ്പനി വിത്തിൻ, അങ്ങനെയാണ് പറയുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഒരു എക്സാമ്പിൾ പറയാം, കഴിഞ്ഞ വർഷം 2021 അല്ലെ, പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഏതാ? 2021 ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തു. 50 കോടി അല്ലെങ്കിൽ 25 കോടി അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ വർഷം നമ്മുടെ ഈ 2021-22 ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്ത വിത്തിൻ 180 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്ത കാര്യം ഫസ്റ്റ് എന്ത് ചെയ്യണം? ഓഡിറ്ററിനെ എന്ത് ചെയ്യണം? അറിയിച്ചുകൊണ്ട് അവരുടെ സമ്മതം മേടിക്കണം. അത് ഫസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ എന്തൊരു കാര്യം കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നടന്നാലും എന്ത് ചെയ്യണം? ആർക്ക് കൊടുക്കണം? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് ഇന്റിമേറ്റ് ചെയ്യണം. അതാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ എപ്പോഴാണ് ഇന്റിമേറ്റ് ചെയ്യാം? വിത്തിൻ 180 ഡേയ്സ്. ഓക്കെ, നമ്മളിപ്പോ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ, നമ്മുടെ കഴിഞ്ഞ വർഷം മീറ്റ് ചെയ്തു നമ്മുടെ കണ്ടീഷൻസ്. അപ്പം ഈ ഒരു വർഷം നമുക്ക് എന്ത് ചെയ്യണം? അപ്പോയിന്റ് ചെയ്യണം അല്ലെ, മാൻഡേറ്ററി ആയിട്ട്. അപ്പം ഈ വർഷം തുടങ്ങി 150 ദിവസം 180 ഡേയ്സിനുള്ളിൽ, അത് 180 ഡേയ്സ് പറഞ്ഞാൽ എന്താണ്? ഒരു സെപ്റ്റംബർ അല്ലെ, ഒരു സെപ്റ്റംബർ ഒക്കെ ആവും എന്ന് വിചാരിക്കും. അതിനുള്ളിൽ അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് എപ്പോഴാണോ നടത്തുന്നത് അവിടുന്ന് അങ്ങോട്ട് 30 ദിവസം, ബോർഡ് മീറ്റിംഗ് നടത്തുന്നതിന് അവിടുന്ന് അങ്ങോട്ട് 30 ദിവസം, വിച്ചെവർ ഈസ് ഏർലിയർ, ഏതാണോ ഫസ്റ്റ് നടക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റിന് ഇത് എന്ത് ചെയ്യണം? അറിയിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? പറയണോ? ഒന്നുകൂടി പറയണോ? 180 ഡേയ്സിനുള്ളിൽ നോക്കൂ. നിങ്ങൾ 1 മന്ത് എന്നൊന്നും ഒരിക്കലും എഴുതരുത്, 30 ദിവസം തന്നെ എഴുതണം. അതുപോലെ 180 ഡേയ്സ്, ആ ഡേറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അപ്പം ബോർഡ് മീറ്റിംഗ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കമ്പനിയിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പം അപ്പോയിന്റ് ചെയ്യാണ്, ഒരു കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തു. ഇവര് ബോർഡ് മീറ്റിംഗ് നടത്തുന്നത് ഈ ഒരു മാസമാണ്, ഇപ്പം ജൂലൈയിലാന്ന് വിചാരിക്കും. ജൂലൈയിൽ ബോർഡ് മീറ്റിംഗ് നടത്തി. പിന്നെ അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള കാര്യം എന്താ പറയുക? 30 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 180 ഡേയ്സ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നടക്കുന്ന എന്താ? ബോർഡ് മീറ്റിംഗ് അല്ലേ? അവിടുന്ന് അങ്ങോട്ട് 30 ദിവസത്തിനുള്ളിൽ. അപ്പൊ ഇവിടെ ഏതായിരിക്കും ക്രൈറ്റീരിയ? ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് നടന്ന 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? ആർക്ക് കൊടുക്കണം? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ഓക്കെ, ഏതാണോ ഫസ്റ്റ് നടന്ന ആ സമയത്ത് എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റിനെ അറിയിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? സെൻട്രൽ ഗവൺമെന്റിന് അതന്നെ CG സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് നോട്ട്സ് കുറച്ച് ഷോർട്ട് ആക്കല്ലേ നല്ലത്. അതെ, CG അതന്നെ. ഓക്കെ അല്ലേ? അപ്പോ ഇത് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു ഫോം ഉണ്ടെന്ന് പറഞ്ഞു. റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യും CRA 1 ആണെങ്കിൽ CRA 2 എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ്മെന്റിന്റെ കാര്യം സെൻട്രൽ ഗവൺമെന്റിനെ ഇന്റിമേറ്റ് ചെയ്യുന്ന എന്താണ്? CRA 2 ഓക്കെ, ക്ലിയർ? പ്രിസ്ക്രൈബ്ഡ് ഫീസ് ഒക്കെ ഉണ്ട്, അതൊന്നും നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. സെൻട്രൽ ഗവൺമെന്റിന് CRA 2 എന്നുള്ള ഫോമിൽ 1 വേർഡ്സ് ഒക്കെ ഒരുപാട് വരാവുന്ന ഇതാണ്. ഈ ഫോംസ് പഠിച്ചു വെക്കുന്നത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ടേബിൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പം CRA 2 എന്ത് ചെയ്യണം? അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് കൊടുക്കണം. ഇനി എന്തെങ്കിലും ഒരു കാഷ്വൽ വേക്കൻസി വരികയാണെന്ന് വിചാരിക്കും. നോക്കൂ, അപ്പോയിന്റ് ചെയ്ത കോസ്റ്റ് ഓഡിറ്റേഴ്സ് ചിലപ്പോൾ ആ വർഷം മുഴുവൻ എന്താണ് അവിടെ, അല്ലെങ്കിൽ നമ്മൾ ഏത് പീരീഡിനാണോ അപ്പോയിന്റ് ചെയ്ത് അവിടെ ഫുൾ സ്റ്റേ ചെയ്യണമെന്നില്ല. അപ്പം എന്തെങ്കിലും മരണം സംഭവിക്കുക അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അതാണ് കാഷ്വൽ വേക്കൻസി എന്ന് പറയുന്നത്. എന്തെങ്കിലും റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ മരണപ്പെടുകയൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഒരു വേക്കൻസി എപ്പോഴാണോ നടന്നത് അവിടുന്ന് അങ്ങോട്ട് 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? പുതിയൊരു ഓഡിറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം. ആ സെയിം സംഭവം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിന് അറിയിക്കണം. അതും എന്താണ്? ഈ CRA 2 എന്നുള്ള ഫോമിലാണ് അറിയിക്കേണ്ടത്. അപ്പം അപ്പോയിന്റ്മെന്റും കാഷ്വൽ വേക്കൻസി വന്നാലും ഇത് രണ്ടും CRA 2 എന്നുള്ള ഫോമിൽ ആർക്ക് കൊടുക്കണം? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ക്ലിയർ? അപ്പോയിന്റ് ചെയ്യണം കേട്ടോ. ആര്? ബോർഡ്. ക്ലിയർ അല്ലേ? ഓക്കെ,
ഇപ്പം കോസ്റ്റ് ഓഡിറ്റ് നടത്തിയോണ്ട് കാര്യമില്ല അല്ലെ? കോസ്റ്റ് ഓഡിറ്റിനായിട്ട് ഫൈൻഡിങ്സിലൊക്കെ എത്തി, റിപ്പോർട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ മെയിൻ പർപ്പസ്. ഒരു ഓഡിറ്ററുടെ മെയിൻ പർപ്പസ് എന്താ? റിപ്പോർട്ട് കൊടുക്കണം. ഈ റിപ്പോർട്ട് ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഓഡിറ്റർ ഫസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനായിരിക്കും. വിത്തിൻ 180 days. ഒരു ഇപ്പം ഓഡിറ്ററിനെ അപ്പോയിന്റ്, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഈ ഫിനാൻഷ്യൽ ഇയർ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണോ ക്ലോസ് ചെയ്യുന്നത്, അതായത് 2022 അല്ലെ, മാർച്ചിലായിരിക്കും ക്ലോസ് ചെയ്യുക. അവിടുന്ന് അങ്ങോട്ട് 180 days, അതായത് 180 daysനുള്ളിലാണ് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓഡിറ്റ് ഒക്കെ നടത്തി കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് 180 daysനുള്ളിൽ റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? ഫസ്റ്റ് ചെയ്യുന്നത് ആർക്കാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. ബിക്കോസ് അവരല്ല അപ്പോയിന്റ് ചെയ്തത്, അപ്പൊ അവർക്കാണ് ഫസ്റ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ആ റിപ്പോർട്ട് കൊടുക്കുന്നത് ഏതിലാണ്? CRA 3 ഓക്കെ, ക്ലിയർ ആയോ? CRA 3 റിപ്പോർട്ട് കൊടുക്കും. ഓക്കെ, മാത്രല്ല ഇത് നമുക്ക് ആർക്ക് ഇന്റിമേറ്റ് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റിന് ഇന്റിമേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ? കമ്പനിക്ക് റിപ്പോർട്ട് കിട്ടി അല്ലെ, ഇനി കമ്പനി അത് അനലൈസ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഒരു കോപ്പി ആർക്ക് കൊടുക്കും? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും. എവിടുന്ന്? എപ്പോഴാണോ കോപ്പി കിട്ടിയത് അവിടുന്ന് അങ്ങോട്ട് 30 ദിവസം. ഈ ഡേയ്സ് ഒക്കെ എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കാൻ ശ്രമിക്കണം. പരമാവധി ഇതിൽ ഒരു 30 days ആണ് കൂടുതലും വരാറ്. 30 days എന്നുള്ള ആ ഒരു, അതുപോലെ 180 days ഒക്കെ. ഓക്കെ, ഓഡിറ്റിങ്ങിന് മുഴുവൻ ഏകദേശം ഒക്കെ അങ്ങനെ വരുന്നുണ്ട് 30 daysന്റെ കേസസ്. അപ്പം എന്താണ് ഈ സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ വന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്നത്? കമ്പനി എപ്പോഴാണോ അവർക്ക് കോപ്പി, ആ ഒരു റിപ്പോർട്ട് കിട്ടിയത് അതിന്റെ ഒരു കോപ്പി ആർക്ക് കൊടുക്കണം? സെൻട്രൽ ഗവൺമെന്റിന് വിത്തിൻ 13 days കൊടുക്കണം. അതെന്താണ്? CRA 4 എന്നുള്ള ഫോമിലാണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇവിടെ എന്തെങ്കിലും പറയണോ അല്ലെങ്കിൽ മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ, അപ്പൊ അതിന്റെ കേസ് പറഞ്ഞു, പ്രൊസീജിയർ പറഞ്ഞു. ഇനി ക്വാളിഫിക്കേഷൻസ്, ഡിസ്ക്വാളിഫിക്കേഷൻസ്. ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റർക്ക് ഉള്ള, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്കുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസ്, എലിജിബിലിറ്റി ആയിക്കോട്ടെ, ക്വാളിഫിക്കേഷൻസ് ആയിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, അതൊക്കെ എന്താണ് നമ്മുടെ കോസ്റ്റ് ഓഡിറ്റർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു പോർഷൻ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. അവിടെ നല്ല ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചാൽ നമുക്ക് കോസ്റ്റ് ഓഡിറ്ററിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫിനാൻഷ്യൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ പവേഴ്സും ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താണ് ഒരു കോസ്റ്റ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സെയിം ആണ്. എക്സെപ്റ്റ് വൺ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ. നമ്മൾ സാധാരണ റൊട്ടേറ്റ് ചെയ്യും ഡയറക്ടേഴ്സ്. യെസ്, അതെ, CRA 3 CRA 4 റിപ്പോർട്ട് കൊടുക്കാനുള്ള ഫോം. ഓക്കെ, ഈ ഒരു ഫോമിലാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. CRA 3 എന്നുള്ള ഫോം എന്താണ് നമ്മൾ ആർക്ക് കൊടുക്കും? കമ്പനിക്ക് കൊടുക്കും. ആരെ? കോസ്റ്റ് ഓഡിറ്റർ. CRA ഫോം എന്നുള്ള ഫോമിൽ ആർക്ക്? സെൻട്രൽ ഗവൺമെന്റ് കമ്പനി കൊടുക്കും. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ഇനി വന്നിട്ട് ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ സെയിം ആണെന്ന് പറഞ്ഞു. ഇനി റൊട്ടേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ കേസസിൽ. റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിന് അപ്പോയിന്റ് ചെയ്യുന്നത് ഇപ്പം ഇൻഡിവിജ്വലിന്റെ കേസസ് നമുക്ക് നമുക്ക് ഫേമിനെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെയും നമുക്ക് ഓഡിറ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഒരു ഇൻഡിവിജ്വലിന്റെ കേസസിലാണെങ്കിൽ അവർക്ക് 5 years ആണ്, 5 വർഷമാണ് ടേം എന്ന് പറയുന്നത്. ആ ടേം കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു പൊസിഷൻ എന്ത് ചെയ്യണം? ഒഴിയണം. ഓക്കെ, അതാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഫേമിന്റെ കേസസ് ആണെങ്കിൽ 10 വർഷം മാത്രമേ നമുക്കൊരു കമ്പനിയിൽ അല്ലെങ്കിൽ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഓഡിറ്ററിന്റെ കേസാണ് ഇത് പറയുന്നത്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അവർ ഇറങ്ങിപ്പോണം. ഫേം ആണെങ്കിൽ 10 വർഷം. പക്ഷെ ആ ഒരു എന്താ പറയുക പ്രൊവിഷൻ നമ്മുടെ കോസ്റ്റ് ഓഡിറ്റർക്ക് ആപ്ലിക്കബിൾ അല്ല. എത്ര വർഷത്തേക്ക് വേണമെങ്കിലും അപ്പോയിന്റ് ചെയ്യും. ഇപ്പൊ 1 വർഷത്തേക്കൊക്കെയാണ് സാധാരണ. ഇപ്പൊ ഇനി 1 വർഷം ഒരാളെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ്, വേറെ വർഷം വേറെ ആളെ അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. റൊട്ടേഷൻ എന്നുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ബാക്കി ഒഴിച്ച് എല്ലാം ഫിനാൻഷ്യൽ ഓഡിറ്റർക്ക് വരുന്ന എല്ലാ കേസസും ആർക്കാണ്? കോസ്റ്റ് ഓഡിറ്റർക്കും ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയാണ് കോസ്റ്റ് ഓഡിറ്റ് നമുക്ക് മെയിൻ ആയിട്ട് കവർ ചെയ്യാനുള്ളത്. ഇതിനപ്പുറത്തേക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. നോക്കാം. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഫോമുകളാണ്. ഇത് നിങ്ങൾ നോക്കി വെക്കുന്നത്. CRA 1 മെയിൻ്റനൻസ് കോസ്റ്റ് റെക്കോർഡ്സ്, CRA 2 അപ്പോയിന്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റർ, CRA 3 എന്താണ്?
കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ആര് സബ്മിറ്റ് ചെയ്യണം? നമ്മുടെ ഓഡിറ്റർ കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യണം. CRA for submit the report by ആരാണ്? കമ്പനി ടു ദ സെൻട്രൽ ഗവൺമെന്റ്. ക്ലിയർ? അപ്പൊ ഫോംസ് നോക്കി വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇത്രയാണ് കോസ്റ്റ് ഓഡിറ്റിൽ പറയുന്നത്. ഇനി വന്നിട്ട് നമുക്ക് ഇന്റേണൽ ഓഡിറ്റ്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ നിർത്തിയത് അല്ലേ? ഇന്റേണൽ ഓഡിറ്റ്. യെസ്, ഇന്റേണൽ ഓഡിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ള ടേം, ഇന്റേണൽ ഓഡിറ്റ് പറയുന്നത്, അപ്പൊ എന്താ ഇന്റേണൽ ഓഡിറ്റ്? എന്താ നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞപ്പോ എസ് എന്നൊക്കെ പറയുന്നുണ്ട്. ജിതിൻ എന്താ ഇന്റേണൽ ഓഡിറ്റ്? ഇതിലുള്ളത് പറയണ്ട കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞാൽ മതി. എന്താ ഇന്റേണൽ ഓഡിറ്റ്? നിങ്ങൾക്ക് അറിയാവുന്ന പറ. അറിയോന്ന് നോക്കട്ടെ. അറിയില്ല. ഓക്കെ. അപ്പം ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 138 ഓഫ് കമ്പനീസ് ആക്ട്. ഓക്കെ ശരി. ഓക്കെ, മാനേജ്മെന്റ്. ഓക്കെ ഗുഡ്. അതെ, മാനേജ്മെന്റിന്റെ ആണ്. ഇന്റേണൽ ഓഡിറ്റ് പറയുന്നത് സെക്ഷൻ 138 സെക്ഷൻ നമ്മള് കോസ്റ്റ് ഓഡിറ്റ് ചെയ്താ സെക്ഷൻ ഒന്ന് പറഞ്ഞേ. കോസ്റ്റ് ഓഡിറ്റ് ഏതാ? കോസ്റ്റ് ഓഡിറ്റ് സെക്ഷൻ ഏതാ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കട്ടെ. അറിയില്ല, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ 148 ആണ്. ഇന്റേണൽ ഓഡിറ്റ് പറയുന്നത് 138 കേട്ടോ, കമ്പനീസ് ആക്ടിലെ സെക്ഷൻ. ഇത് നോക്കി വെക്കണം. ഇന്റേണൽ ഓഡിറ്റ് ഇമ്പോർട്ടന്റ്. അതുപോലെ കോസ്റ്റ് ഓഡിറ്റിനും സെക്ഷൻ ഒന്ന് നോക്കി വെക്കണം. ആസ് എ CMA എന്തായാലും കോസ്റ്റ് ഓഡിറ്റിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മിനിമം 148 എന്നുള്ളത്. ഓക്കെ, അപ്പം സെക്ഷൻ 138 നമുക്ക് നോക്കൂ. ഒരു CMA ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണൽ ഓഡിറ്റിൽ വളരെയധികം സ്കോപ്പ് ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റേഴ്സിനൊക്കെ ആയിട്ട് സാധാരണ CMA-ക്കാരെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നോക്കി വെക്കണം. കമ്പനീസ് ആക്ട് സെക്ഷൻ 138 ഇന്റേണൽ ഓഡിറ്റിനെ കുറിച്ചിട്ട് എന്തെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അവരുടേതായ ഒരു കമ്പനിയിൽ മാനേജ്മെന്റിന് ഒരുപാട് ഓപ്പറേഷൻസുകൾ ഉണ്ട്, അതുപോലെ ഒരുപാട് കംപ്ലൈൻസുകൾ ഉണ്ട്. കമ്പനി ആവുന്ന സമയത്ത് കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യണം, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ഫങ്ഷൻസ് എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഓക്കെ, ഇവര് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. ആർക്കോ? മാനേജ്മെന്റിന് മനസ്സിലാക്കണം. അപ്പൊ മാനേജ്മെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇത് കമ്പൽസറി അല്ല. കുറച്ച് ക്ലാസസ് ഓഫ് കമ്പനീസ് പറയുന്നുണ്ട് ഇന്റേണൽ ഓഡിറ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യേണ്ട ചില ക്ലാസ്സസ്. പക്ഷെ അത് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ, നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കുറച്ച് ക്ലാസ്സസ് അത് ലോയിലൊക്കെയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അപ്പം ക്ലാസസ് ഓഫ് കമ്പനീസ് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. കുറച്ച് ക്ലാസ്സസ്, എല്ലാവർക്കും ഇത് കമ്പൽസറി അല്ല. കുറച്ച് ക്ലാസസ് ഓഫ് കമ്പനീസിന് മാത്രമേ. ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആര് വേണമെങ്കിലും ആവും. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം, കോസ്റ്റ് അക്കൗണ്ടന്റ് ആവാം, അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനുള്ള ഏതൊരു വ്യക്തിയെയും എന്താണ് ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. മാനേജ്മെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബോർഡിന്റെ ഒരു എന്താ പറയാ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് അപ്രൈസൽ ഓഫ് ദ ഓപ്പറേഷൻ ആൻഡ് റെക്കോർഡ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, എന്താണ് ഇവാലുവേറ്റ് ചെയ്യും. ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യും? ഓഡിറ്ററുടെ, നിങ്ങൾ എന്തും ഓഡിറ്റിനെ കുറിച്ച് ചെയ്യുന്ന സമയത്തും ഓഡിറ്ററിനെ കുറിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് ആലോചിച്ച് വെക്കണം. ഇൻഡിപെൻഡന്റ് അപ്രൈസൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഇതൊക്കെ സെയിം ആണ്. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്താ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒരു കമ്പനിയിലെ ഓപ്പറേഷൻസും റെക്കോർഡ്സും. ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റർക്ക് അല്ലെങ്കിൽ അവർക്ക് വരുന്ന അത്രയും ഡ്യൂട്ടീസ് ഒന്നും നമ്മുടെ ഇന്റേണൽ ഓഡിറ്റർക്ക് ഇല്ല കേട്ടോ. അവിടുത്തെ കംപ്ലൈൻസുകളൊക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക കമ്പനി രജിസ്ട്രാർക്ക് കുറെ കാര്യങ്ങളൊക്കെ വരുന്നല്ലോ, ആ പ്രൊവിഷൻസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. പിന്നെ ഓപ്പറേഷൻസ് കറക്റ്റ് ആണോ നോക്കുക. അസറ്റ് വെരിഫിക്കേഷൻ, സ്റ്റോക്ക് വാല്യുവേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഇവരുടെ ഒരു ഭാഗമാണ്. പിന്നെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് ഒരു ഇന്റേണൽ ഓഡിറ്റ് നടക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് അവരുടെ വർക്ക് എളുപ്പമായിരിക്കും. കാരണം മാനേജ്മെന്റിന് മാത്രമല്ല ഇവർ ഇൻഫർമേഷൻ കൊടുക്കുക. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ഒരു കേസാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ഒക്കെ വന്ന ഫസ്റ്റ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം അവിടെ ഇന്റേണൽ ഓഡിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത്രയും ഫങ്ഷൻസ് അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി അവരുടെ മെയിൻ ഏരിയാസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിന്. അപ്പോൾ അവർക്ക് കൂടി എന്താണ് ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ കൊണ്ട് ഹെൽപ്പ് ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അതാണ് ഇതിനെ കുറിച്ച് ഒരു ഓവറോൾ ആയിട്ട് പറയാനുള്ളത്.
ക്ലിയർ ആണോ? Yes, ma'am. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പോ നേരത്തെ പറഞ്ഞ നമുക്ക് പോയിന്റ്സ് നോക്കാം. പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്ലാസ്സസ് കമ്പനീസിന് മാത്രം ഇന്റേണൽ ഓഡിറ്റ് എന്താണ് ചെയ്യേണ്ടതുള്ളൂ. അത് കോസ്റ്റ് അക്കൗണ്ടന്റ് ആവാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ ആവാം. പിന്നെ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇന്റർവെൽ ഒക്കെ ഉണ്ട്. ചിലവർ ഇന്റേണൽ ഓഡിറ്റ് സാധാരണ 3 മാസമൊക്കെ കൂടുമ്പോൾ, ചിലവർ എന്താണ് 6 months ഒക്കെ കൂടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും. അതൊക്കെ ഡിപ്പെൻസ് ഓൺ ദാറ്റ് അവരുടെ ആ മാനേജ്മെന്റ് ആ ഒരു സെയിൽസ്, ഒരു കമ്പനിയുടെ സെയിൽസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അതാണ് പറയുന്നത് 6 months ഒക്കെ കൂടുമ്പോൾ സാധാരണ കാണാറ്. പിന്നെ ഒരു കേസ് ഇതിൽ ഇന്റേണൽ ഓഡിറ്റിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓഡിറ്റിംഗ് റിസ്കി ആണോ എന്നുള്ള ചോദ്യത്തിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇന്റേണൽ ഓഡിറ്റിലൂടെ പറയാം. ബിക്കോസ് ഏതൊരു ഓഡിറ്ററും ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ ഫസ്റ്റ് നോക്കുന്നത് എന്താണെന്ന് അറിയാം, ഒരു കമ്പനിയിൽ അവിടെ കറക്റ്റ് ആയിട്ട് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കും. ഈ ഇന്റേണൽ ഓഡിറ്റും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഓക്കെ, പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓപ്പറേഷൻസ് ഒക്കെ ചിട്ടയോടുകൂടി ചെയ്യാം. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് ഒരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ഓഡിറ്റർക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും, കുറയും. നല്ല രീതിയിൽ അവർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. പരമാവധി മിസ്റ്റേക്കും എറേഴ്സ് ഒക്കെ അവർ ഓഡിറ്റിംഗ് വർക്കിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഫസ്റ്റ് ഒരു ഓഡിറ്റർ ചെയ്യുന്നത് ഒരു കമ്പനി പോയിട്ട് എന്ത് ചെയ്യും, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പ്രോപ്പർ ആയിട്ടുണ്ടോ നോക്കും. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഏതൊക്കെ ഏരിയാസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഓഡിറ്ററുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരു 5 ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, റിലയബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ. അതായത് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രമല്ല, ഒരു കമ്പനിയിൽ നടക്കുന്ന ഓപ്പറേഷൻസുകൾ, എല്ലാ മാനേജ്മെന്റ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, അതൊക്കെ എത്രത്തോളം റിലയബിൾ ആണ്. ഇവർക്കും വൗച്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരും വൗച്ചേഴ്സ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്യും. ഒരു ഓഡിറ്ററുടെ എല്ലാ ഡ്യൂട്ടീസും ഇവർ ചെയ്യും. പക്ഷെ ഫങ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അത് എത്രത്തോളം റിലയബിൾ ആണ് എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ വന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസീസ്. അതായത് അവിടെ നടക്കുന്ന ലോസ് ആയിക്കോട്ടെ. ഇപ്പം കമ്പനി ആവുന്ന സമയത്ത് കമ്പനി ലോ, പോളിസീസ് ആവുന്ന സമയത്ത് ഓരോ മാനേജ്മെന്റും ഓരോരോ പോളിസീസും പ്ലാൻസും ആണ്. അവരുടെ ഒബ്ജക്റ്റീവ്സ് എത്രത്തോളാണ്, അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എന്ത് ചെയ്യാണ്, റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. കംപ്ലയൻസ് വിത്ത് ലോസ്. കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇവര് പോളിസീസ് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. കംപ്ലയൻസ് വിത്ത് ലോസ്, പോളിസീസ്, പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് സേഫ് ഗാർഡിംഗ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റില് നിങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്റിൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇത് എഴുതാട്ടോ. സേഫ് ഗാർഡിംഗ് ഓഫ് അസറ്റ്, അതുപോലെ കംപ്ലയൻസ് വിത്ത് ലോസ്, പോളിസീസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സേഫ് ഗാർഡിംഗ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ്. നോക്കൂ, നമ്മളൊരു അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ അസറ്റും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ്സ് ഉണ്ടാവും, അത് തന്നെയാണോ നമ്മൾ ഫിസിക്കലി വെരിഫൈ ചെയ്യുമ്പോഴും ലഭിക്കുന്നത്. അതാണ് സേഫ് ഗാർഡ് ചെയ്യുക. അസറ്റ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, സേഫ് ഗാർഡിംഗ് ഓഫ് അസറ്റ്. അതാണ് ഇന്റേണൽ ഓഡിറ്ററുടെ അടുത്തൊരു ഫംഗ്ഷൻ. ഓക്കെ, അസറ്റിന്റെ വെരിഫിക്കേഷൻ. ക്ലിയർ? അതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് വന്നിട്ട് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്, എക്കണോമിക് ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊരു ഓർഗനൈസേഷനിലും റിസോഴ്സസുകൾ ഏതൊക്കെയാ, എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട് അറിയോ? ഒരു ഓർഗനൈസേഷൻ റിസോഴ്സ് ഒക്കെ എന്തൊക്കെയാ? ഹ്യൂമൻ റിസോഴ്സസ് ആവാം, അതായത് എംപ്ലോയീസ് ആവാം. പിന്നെ നമ്മുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സസ്, അതന്നെ മാൻ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം. അപ്പം ഏതൊരു റിസോഴ്സസ് ആയിക്കോട്ടെ, മെറ്റീരിയൽ, ലേബർ ഒക്കെ പറയാം, ഏത് വേണമെങ്കിൽ പറയാം. അപ്പം ഈ റിസോഴ്സസുകൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ, യൂസ് ചെയ്യുന്നുണ്ടോ നോക്കണം. റിസോഴ്സസ് എക്കണോമിക് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അതായത് വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ പ്രോപ്പർ ആയിട്ട്. ഇപ്പം എംപ്ലോയീസിന്റെ കേസ് ആവുന്ന സമയത്ത് കറക്റ്റ് ടൈമിന് ഇവർ വരുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെ? ഇപ്പൊ പഞ്ചിങ് സിസ്റ്റം ഒക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഇതാണ്, കറക്റ്റ് ആയിട്ട് വന്ന് പഞ്ച് ചെയ്ത് രാവിലെയും വൈകിട്ടും പഞ്ച് ചെയ്യുക. ആ മണി കറക്റ്റ് ആണ്, മണി. അപ്പം എന്താണ്, മെഷീൻ കറക്റ്റ് ആയിട്ട് റിസോഴ്സസ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ. അത് ഹ്യൂമൻ ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, മെഷീൻ ആയിക്കോട്ടെ, എന്തും ആവും.
അപ്പൊ എക്കണോമിക് ആൻഡ് എഫിഷ്യൻ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാട്ടെ ഈ ഒരു പോയിന്റിനൊപ്പം. നിങ്ങൾക്ക് ഇപ്പം വലിയ മാർക്സിനൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ എക്കണോമിക് ആൻഡ് എഫിഷ്യൻ യൂസ് ഓഫ് റിസോഴ്സസ്. ക്ലിയർ? നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് accomplishing of established objectives for the operation. അതായത് ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവർക്ക് അവരുടേതായ ഒബ്ജക്റ്റീവ്സും അല്ലെങ്കിൽ ഗോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സും ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്പറേഷൻസും ആക്ടിവിറ്റീസും എന്ത് ചെയ്യും ഒരു ഓർഗനൈസേഷനിൽ ആര് നടത്തും? മാനേജ്മെന്റ് നടത്തും. അത് എത്രത്തോളം നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം എന്താണ്? റിവ്യൂ ചെയ്യണം. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഓഡിറ്ററുടെ ഒരു ഡ്യൂട്ടിയാണ്. ഓഡിറ്റർ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് തന്നെയാണോ അവരുടെ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് എത്തുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, അവിടെ മാൽപ്രാക്ടീസസും നടക്കുന്നില്ല. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ് ഷുഡ് റിവ്യൂ ദ ഓപ്പറേഷൻസ് ആൻഡ് പ്രോഗ്രാം ഇൻ ഓർഡർ ടു എന്താണ് അസർടൈൻ വെദർ റിസൾട്ട്സ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾ. അതായത് അവരുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസിന് അനുകൂലമായിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടോ നോക്കുക. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ 5 പോയിന്റ്സ് ആണ് നമ്മൾ ഇതിൽ പറഞ്ഞത് അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്? ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻസ് റിലയബിലിറ്റി ചെക്ക് ചെയ്യുക. സെക്കൻഡ് വൺ കംപ്ലയൻസ് വിത്ത് ലോസ്, പോളിസീസ് ആൻഡ് പ്ലാൻസ്, പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ. പിന്നെന്താ? സേഫ് ഗാർഡിംഗ് ഓഫ് അസറ്റ്, എക്കണോമിക് ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ദെൻ ലാസ്റ്റ് വൺ വന്നിട്ട് എന്താ? അക്കംപ്ലിഷിംഗ് ദ എസ്റ്റാബ്ലിഷ്ഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് ഭാഗം. അപ്പൊ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞു കേട്ടോ. വന്നിട്ട് മാനേജ്മെന്റ് ടൂൾ. ഓക്കെ. അതായത് ഒരു ഓഡിറ്റർ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് ഒരു മാനേജ്മെന്റ് അവരുടെ ഫംഗ്ഷൻസ് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു മാനേജ്മെന്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു മാനേജ്മെന്റ് ടൂൾ ആണെന്ന് പറയാൻ കാരണം, ഒരു മാനേജ്മെന്റിന് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം? ഓക്കെ. ഫസ്റ്റ് വൺ, ഇറ്റ് എൻഷുർ കംപ്ലയൻസ്. നേരത്തെ ഞാൻ പറഞ്ഞു ലോസും പോളിസീസ് ഒക്കെ കംപ്ലൈൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അത് മാത്രം പോരാ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബേസിക് അസംഷൻസ് ഒക്കെ അല്ലേ, നമ്മുടെ അക്കൗണ്ടിങ് അസംഷൻസ് ഒക്കെ എന്തൊക്കെയാ? ഒരു 3 വരുന്നില്ലേ? അക്രൂവൽ, കൺസിസ്റ്റൻസി. അതുപോലെ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അസംഷൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടാണോ പോകുന്നത് എന്ന് എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. അതാണ് ഇറ്റ് എൻഷുർസ് കംപ്ലയൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പോളിസീസ്. ഫസ്റ്റ് പോയിന്റ്. അതുകൊണ്ട് എന്താണ്? അത് മാനേജ്മെന്റിന് എന്താണ്? ഹെൽപ്ഫുൾ ആണ് അല്ലെ. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ആര് കൊടുക്കുന്നത്? നമ്മുടെ ഇന്റേണൽ ഓഡിറ്റർ കൊടുക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, ഇറ്റ് എൻഷുർ ദ റിലയബിലിറ്റി ഓഫ് MIS. എന്താ MIS? എന്താ? റിലയബിലിറ്റി ഓഫ് MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ERP പോലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂൾ ആണ് MIS എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ആ MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, എത്രത്തോളം റിലയബിൾ ആണ്, അത് എത്രത്തോളമാണ് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ റൺ ചെയ്യുന്നു അവരുടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ERP പോലത്തെ നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ടൂളാണ് ടാലി അല്ലെങ്കിൽ ERP പോലെ. അപ്പം എത്രത്തോളം അത് റിലയബിൾ ആണ് എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ എൻഷുർ ചെയ്യുക. അതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ. അപ്പൊ അത് മാനേജ്മെന്റിന് എന്താണ്? യൂസ്ഫുൾ ആയിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുന്ന സമയത്ത്. പിന്നെന്താ? പിന്നെ തേർഡ് പോയിന്റ് പറയുന്നത് സിമ്പിൾ ആണ്. ഇറ്റ് ഇവാലുവേറ്റ് വാരിയൽ പ്രോബ്ലംസ് ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് ബയാസ്ഡ് അല്ലാതെ, കമ്പനീനെ ഫേവർ ചെയ്യാതെ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്യുക. ക്ലിയർ? ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ഇതാവുന്നതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദി സിസ്റ്റം മേക്ക് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഓഡിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഒരു ഓൾമോസ്റ്റ് എന്താണ് നമുക്ക് ഒരു നല്ലൊരു എഫക്റ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ദി സിസ്റ്റം മേക്ക് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവ്. ഓക്കെ. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ക്ലിയർ ആണോ? ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് പറയുന്നത് അഡ്വക്കസി, റിലയബിലിറ്റി, അക്യുറസി ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഈ വേർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് നമുക്ക് ഓഡിറ്റിംഗിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അഡ്വക്കേറ്റ് ആണ്, റിലയബിൾ ആണ്, അക്യുറസി ഉണ്ടോ, അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവുന്നുണ്ട്. എന്ത്? ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ഡാറ്റ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ഓഡിറ്റ്. നിങ്ങൾ ഈ വേർഡ് ഒക്കെ ആലോചിച്ച് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഇപ്പൊ ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് എത്രത്തോളം അഡ്വക്കേറ്റ് ആണ് അല്ലെങ്കിൽ റിലയബിൾ ആണ്.
ഇപ്പം കോസ്റ്റ് ആണെങ്കിൽ അഡ്വക്കേസി ഓഫ് ദ കോസ്റ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ റിലയബിലിറ്റി ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെന്റൻസ് ഫോർമുലേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ അഡ്വക്കേസി ആണോ, റിലയബിൾ ആണോ, അക്യുറസി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, എന്തിനെ കുറിച്ച്, ഫിനാൻഷ്യൽ ഓർ ഓപ്പറേഷണൽ ഡാറ്റ. ഇതിപ്പോ ഇന്റേണൽ ഓഡിറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ഇവിടെ അപ്രൈസൽ നടത്തുന്നത്, എന്താണ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഡാറ്റ അല്ല, നമുക്ക് പറയാം എന്താണ് ഇത്തരത്തിലുള്ളതൊക്കെ എന്താണ് ഇൻഷുർ ചെയ്യുന്നുണ്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ഇന്റേണൽ ഓഡിറ്റ് ഒരു മാനേജ്മെന്റിന് ഒരു മാനേജ്മെന്റ് ടൂൾ ആണെന്ന് പറയാനുള്ള കാരണം, റീസൺസ്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പോ ഇത്രയാണ് ഇതില് പറയാനുള്ളത്. ഇനി അഡ്വാൻറ്റേജ്, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇന്റേണൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസ്. ആർക്കൊക്കെ അഡ്വാൻറ്റേജസ്, നിങ്ങൾ ഇത്രയും പറഞ്ഞതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം ആർക്കൊക്കെയാണ് ഒരു ഇന്റേണൽ ഓഡിറ്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആർക്കൊക്കെയാണ് ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട്. ഫസ്റ്റ് ആർക്കായിരിക്കും? ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് മാനേജ്മെന്റ്. അതന്നെ, മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ. കാരണം മാനേജ്മെന്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നതല്ലേ ഇന്റേണൽ ഓഡിറ്റ്. അപ്പൊ ഫസ്റ്റ് ആർക്കായിരിക്കും? മാനേജ്മെന്റ്. പിന്നെ ഞാൻ ഒരു കേസും കൂടി പറഞ്ഞല്ലോ, മണി കിട്ടും, പൈസ കിട്ടും. പൈസ ആർക്ക് കിട്ടുക? ഓഡിറ്ററിനെ സംബന്ധിച്ച് പൈസ കിട്ടും. അത് കറക്റ്റാണ്, ഓഡിറ്ററുടെ പോയിന്റ് ഓഫ് വ്യൂല്. പക്ഷെ നമ്മളൊരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന സമയത്ത് മാനേജ്മെന്റിന്. പിന്നെ ഞാൻ ഒരു കേസും കൂടി പറഞ്ഞു, ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ടൊക്കെ ആരാ മേടിക്കുക? ഫൈനൽ ഓഡിറ്റേഴ്സ് മേടിക്കില്ലേ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് മേടിക്കില്ലേ. അപ്പം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിന് യൂസ്ഫുൾ അല്ല ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്. മാനേജ്മെന്റിന് മാത്രമല്ല സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിനും യൂസ്ഫുൾ ആണ്. അവർക്ക് മാത്രം പോരാ, കമ്പനിക്ക് മൊത്തം, ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാ? ഒന്ന് പറഞ്ഞേ, കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ അറിയോ? ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, ഇവരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പം ഒരു കമ്പനീനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും എന്താണ് ഈ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ, അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ടു ദി മാനേജ്മെന്റിന് എത്രത്തോളം യൂസ്ഫുൾ ആണ്, ടു ദി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എത്രത്തോളം യൂസ്ഫുൾ ആണ്, ടു ദി ഓർഗനൈസേഷൻ ആസ് ഹോൾ. ഈ 3 പോയിന്റ്സും ഒന്ന് ജസ്റ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് എന്താണ് ഇന്റേണൽ ഓഡിറ്റ് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് മാനേജ്മെന്റിന്. ഓക്കെ, മാനേജ്മെന്റിന് എങ്ങനെയായിരിക്കും, എന്താണ് മാനേജ്മെന്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ മാനേജ്മെന്റ് നടത്തുന്ന ഇന്റേണൽ കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് റിവ്യൂ ചെയ്യുക. ഇറ്റ് ഗീവ്സ് എ റിവ്യൂ ഓഫ് ഓവറോൾ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി മാനേജ്മെന്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നോക്കൂ ഇത് നിങ്ങൾ ചെയ്ത് ശരിയല്ല, അല്ലെങ്കിൽ ഇത് ഇംപ്രൂവ് ചെയ്യാനുണ്ട്, അതൊക്കെ ഒരു ഇന്റേണൽ ഓഡിറ്റർക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പം റിവ്യൂ ചെയ്യാം. ഇറ്റ് ഗീവ്സ് എ റിവ്യൂ ഓഫ് ഓവറോൾ ഇന്റേണൽ കൺട്രോൾ, അതായത് ഇവർ ചെയ്യുന്ന മാനേജ്മെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിന് ഒരു റിവ്യൂ കൊടുക്കാം. സെക്കൻഡ് വൺ, അസറ്റിന്റെ വെരിഫിക്കേഷനെ കുറിച്ച് നമ്മൾ. അപ്പം അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം ഓരോ പ്രൊസീജിയേഴ്സും എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഡീവിയേഷൻസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഫേർണിഷ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരു അഡ്വൈസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇത് ഇങ്ങനെ ചെയ്താൽ നല്ലതാണോ എന്നുള്ള ഒരു ഇത് കൊടുക്കുക. അതാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡ് പോയിന്റ്. പ്രൊസീജിയേഴ്സ്, ഫോളോയിങ് പ്രൊസീജിയേഴ്സ് എന്താണ്, അസറ്റ് സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്യുക. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്തു, അതിന് എത്രത്തോളം ഓരോ പ്രൊസീജിയേഴ്സും എങ്ങനെയൊക്കെ ഡിഫറെന്റ് ആണ്, അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു റിവ്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ കൊടുക്കുക. അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഞാൻ പറഞ്ഞ നേരത്തെ MIS ആണ്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും, അപ്രൈസൽ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ആര് പഠിക്കണം, ഇന്റേണൽ ഓഡിറ്റർ പഠിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം, ഒപ്പീനിയൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ലാസ്റ്റ് വൺ വന്നിട്ട് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ പോളിസീസ് ആണ് ഒരു മാനേജ്മെന്റ് ഒരു കമ്പനിയിൽ എന്തൊക്കെ പോളിസീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പോളിസീസ് ഫോളോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പ്ലാൻസ് ഉണ്ട്, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ എഫക്റ്റീവ് ആവും എന്നതൊക്കെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിനെക്കുറിച്ച് ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഒരു 4 പോയിന്റ്സ് നിങ്ങൾ ഒരു ഏകദേശം ഐഡിയ ഉണ്ടായാൽ മതി മാനേജ്മെന്റ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. അതാണ് മാനേജ്മെന്റിന്റെ കേസ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതെ, ഓക്കെ ആണോ? ഓക്കെ, ഇനി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് നിങ്ങളൊന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്താണ്.
ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനെ സംബന്ധിച്ച് എന്താണ് അവരുടെ വർക്ക് ലോഡ് കുറയും അല്ലെ. അവർക്ക് നോക്കൂ അവരുടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, റിപ്പോർട്ട് നോക്കും. ഇന്റേണൽ ഓഡിറ്റ് നടന്നില്ലെങ്കിൽ അവരുടെ കൂടി ഫംഗ്ഷൻ ആര് ചെയ്യേണ്ടി വരും, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ടെസ്റ്റ് ദാറ്റ് ഹി മേ ഹാവ് ഹാഡ് ടു കണ്ടക്ട്. എന്താണ് അതായത് ഇന്റേണൽ ഓഡിറ്റർ ഇല്ലാത്ത സമയത്ത് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റർ ചെയ്യുന്ന ഫംഗ്ഷൻസ് ഒക്കെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ചെയ്യണം. എന്ത് ഇന്റേണൽ ഓഡിറ്റർ അവിടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അവരുടെ മെയിൻ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ എന്താ, ടൈംലി കംപ്ലീഷൻ. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വർക്കും എന്താണ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇറ്റ് ഹെൽപ്സ് ഇൻ ടൈംലി കംപ്ലീഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അക്യുറസി ഓഫ് റെക്കോർഡ്സ്. കുറച്ചുകൂടി അക്യുറേറ്റ് ആയിരിക്കും, കാരണം ഒരാള് ചെക്ക് ചെയ്ത് നമ്മൾ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, എറേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാം. ക്ലിയർ? അപ്പൊ എന്താണ് ടൈംലി കംപ്ലീഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഇതൊരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഓഡിറ്റ് പോലെ തന്നെയാണ്. കാരണം സാധാരണ ഈ ഇന്റേണൽ ഓഡിറ്റേഴ്സ് 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസമൊക്കെ കൂടുന്ന സമയത്ത് ഓഡിറ്റ് നടക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു എംപ്ലോയീസിനെ പോലെ വർക്ക് ചെയ്യുന്നത് പോലെയാണ്. എപ്പോഴും അവിടെ എന്താണ് അവിടെ ചെല്ലും, അല്ലെങ്കിൽ ഡാറ്റാസ് നോക്കും. ഒരു ഭൂരിഭാഗം സമയത്തും ഓഡിറ്റേഴ്സ് നമുക്ക് ഒരു കമ്പനിയിൽ പോയി കാണാൻ പറ്റും ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ കേസസിൽ. അപ്പോൾ എന്താണ് ഒരു കണ്ടിന്യൂസ് ഓഡിറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ആ ഒരു കറക്റ്റ്നെസ് നമുക്ക് ഇപ്പം എന്തെങ്കിലും തെറ്റ് പറ്റിയാലും എൻഷുർ ചെയ്യാൻ പറ്റും. അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം, ബിക്കോസ് കണ്ടിന്യൂസ് എന്നുള്ള ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അവരുടെ പ്രസൻസ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും എന്നർത്ഥം. ക്ലിയർ ആയോ? ഇതാണ് 3 പോയിന്റ്സ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനെ സംബന്ധിച്ച്. അപ്പൊ അതെന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മിസ്റ്റേക്ക് ഒക്കെ പരമാവധി ഒഴിവാക്കാം. ക്ലിയർ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ മാനേജ്മെന്റിനെ പറഞ്ഞു, നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന്റെ കേസ് പറഞ്ഞു. ഇനി ഓർഗനൈസേഷൻ ആസ് ഹോൾ, മൊത്തം നമ്മുടെ ഒരു കമ്പനി ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് യൂസ്ഫുൾ ആണ്. ഫസ്റ്റ് വൺ എന്താണ്, റെഗുലർ ഓഡിറ്റ്. റെഗുലർ ആയിട്ട് ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ എന്താണ് അവിടെ എഫിഷ്യന്റ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് നടക്കും. അപ്പൊ എഫിഷ്യന്റ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചെക്കിങ് നടക്കുന്നുണ്ടല്ലോ കറക്റ്റ് ആയിട്ട്, അതാണ് പറയുന്നത് ഫസ്റ്റ്. സെക്കൻഡ് വൺ എന്താണ്, പ്രൊവൈഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് ഡയറക്ഷൻ. സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. ഇന്റേണൽ ഓഡിറ്റേഴ്സ് അസറ്റ് വെരിഫിക്കേഷൻ നടത്തും ഫിസിക്കലായിട്ട്, അതുപോലെ സ്റ്റോക്ക് വാല്യൂ ചെയ്യും, അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ്. അതുപോലെ അവിടുത്തെ എംപ്ലോയീസിന്റെ ഫംഗ്ഷൻസ് സൂപ്പർവൈസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ കൺട്രോൾ ചെയ്യാനും ഡയറക്ഷൻസ് കൊടുക്കാം. ഇവർക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ചെറിയൊരു എന്ത് കൊടുക്കാം, ഒരു ഹെൽപ്പ് കൊടുക്കാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്, ഇന്റേണൽ ഓഡിറ്റേഴ്സിനുണ്ട്. അപ്പം സൂപ്പർവൈസ് ചെയ്യും, സൂപ്പർവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡയറക്ഷനും കൊടുക്കും. ഇങ്ങനെ ചെയ്താൽ എഫക്റ്റീവ് ആയിട്ട് കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, ഇന്റേണൽ ഓഡിറ്റിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇതാവുന്ന ഒരു പോയിന്റ് ആണ് സേഫ് ഗാർഡിംഗ് ടു ദ ബിസിനസ് അസെറ്റ്. ഓക്കെ, സേഫ് ഗാർഡിംഗ് ഓഫ് ബിസിനസ് അസെറ്റ്, പ്രിവെന്റ് occurrence of errors and frauds. ഇത് ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് എവിടെയും എഴുതാം, എന്ത് പ്രിവെന്റ് occurrence of errors and frauds ഉണ്ടോ നോക്കുക, അതിനെ കറക്റ്റ് ചെയ്യുക. ഓക്കെ, അതെന്താണ്, അത് ഓർഗനൈസേഷൻ നമുക്ക് മൊത്തം കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലേ. മാനേജ്മെന്റ് മാത്രമല്ല, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇപ്പം അവരെ വിശ്വസിച്ച് കഴിയുന്ന ഏത് ഇപ്പം ഈ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരായിക്കോട്ടെ, അവർക്കൊക്കെ എന്താണ് ഈ ഒരു കമ്പനി എറേഴ്സിൽ നിന്നും ഫ്രോഡ്സിൽ നിന്നും പരമാവധി എന്താണ് ഫ്രീ ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് യൂസ്ഫുൾ ആണ്. അപ്പോൾ പ്രിവെന്റ് occurrence of errors and frauds. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ മൊത്തം എന്താണ് ഇത് യൂസ്ഫുൾ ആണെന്ന്, എന്ത് ഇന്റേണൽ ഓഡിറ്റ്. ലാസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത്, ഇറ്റ് എൻഹാൻസസ് ദ പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് ബൈ ഡിവിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഒരു ബിസിനസിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു ഇന്റേണൽ ഓഡിറ്റർക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണെങ്കിൽ ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് റിപ്പോർട്ടിലൂടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ടൈം ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്റേണൽ ഓഡിറ്റ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം നീഡ് അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. നീഡ് എന്താണ് ഇന്റേണൽ ഓഡിറ്റ്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക, സെന്റൻസുകൾ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്റേണൽ ഓഡിറ്റ്.
അപ്പൊ നമ്മുടെ ക്ലാസ് ഓൾമോസ്റ്റ് ഇത്രയൊക്കെ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കംഫർട്ടബിൾ ആയിരുന്നില്ലേ? നോ റെസ്പോൺസ്. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്തെങ്കിലും പറയണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ ഇപ്പൊ എടുത്ത പോർഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി വീണ്ടും പറയണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോ ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഹലോ. ഓക്കെ. മാം, താങ്ക് യു വെരി മച്ച് ഒന്നുകൂടെ ക്ലാസ് എടുത്തതിന്. അന്നത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ ക്ലാസ് എടുത്തതിന്. പിന്നെ ഇന്നത്തെ ക്ലാസ് ഓക്കെ ആയിരുന്നു എന്ന് വിചാരിക്കണം എല്ലാവർക്കും. ഓക്കെ. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ റെഗുലർ ക്ലാസ് പ്ലാൻ ചെയ്യാനുണ്ട്. ഓഡിറ്റിംഗിന്റെ, കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗിന്റെ റെഗുലർ ക്ലാസ് പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഡീറ്റെയിൽസ് ഒക്കെ അതിലേക്ക് അയച്ചു തരാം. കൂടാതെ ഗ്രൂപ്പിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. താങ്ക് യു വെരി മച്ച് അറ്റൻഡ് ചെയ്തത്. Okay, thank you all. Okay, thank you.